ഇതിനിടെ ദുബായ് ഡ്രാഗൺ മാർട്ടിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നല്ലൊരു വിമാനം ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടരം ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും കാര്യമാക്കിയിട്ടില്ല. പിന്നെ നമുക്കത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. അപ്പോൾ അത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. നമ്മളിതിന് മിനി ഡ്രോൺ എന്നൊക്കെയാണ് പറയല്. ഇതിന് ശരിക്കുള്ള പേരെന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ബാറ്ററിയുള്ള സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ബാറ്ററി ഉള്ളതിന് 60 ദിർഹവും 2 ബാറ്ററി ഉള്ളതിന് 65 ദിർഹവും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 5 ദിർഹത്തിൻ്റെ വ്യത്യാസമല്ലേ, അപ്പോൾ ഒരു ബാറ്ററി നമുക്ക് മിസ്സായി പോയില്ലെങ്കിൽ നമ്മൾ ഈ വാങ്ങിച്ച സാധനം വെറുതെ ആയി പോകും. അപ്പോൾ 2 ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതും ചാർജബിളും ആണ്. ബാറ്ററി ചാർജബിളാണ്. സി പിന്നാണ്. നോർമൽ നമ്മുടെ ഫോണിനൊക്കെ കുത്തുന്ന സി പിന്നാണ് ഇതിൻ്റെ ചാർജറും വരുന്നത്. അപ്പോൾ നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് റിമോട്ട് കൺട്രോൾ. വളരെ ഈസി ആയിട്ടുള്ള ബട്ടൺസാണ് അതിലുള്ളത്. അപ്പോൾ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 3D എഫക്റ്റ് കിട്ടേണ്ട സ്റ്റണ്ടിങ് മോഡൽ അങ്ങനെ നമുക്ക് പറപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഓഫും ഓണും ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട്. ഇതിൽ വരുന്ന ബാറ്ററി നമ്മൾ നോർമൽ നമ്മുടെ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത്. ചാർജബിൾ അല്ല. നോർമലായിട്ടുള്ള 3 ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ഇത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇത് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ ബാറ്ററിയുടെ സൈഡിൽ തന്നെ ഓഫ് ഓൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 4 സൈഡിലും ഫാന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ ഫാനും നമുക്കതിൽ തരുന്നുണ്ട് കേട്ടോ. അഥവാ ഈ ഫാനിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാലും നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫാനും ഇവർ ഈ സെറ്റിൻ്റെ കൂടെ തരുന്നുണ്ട്. അതിൻ്റെ ഈ ഗ്ലാസ് കിട്ടപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റബ്ബർ ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് വളരെ വെയിറ്റും കുറവാണ്. അതുകൊണ്ട് നിലത്ത് വീണാലോ അതുപോലെ തന്നെ ഒടിഞ്ഞു പോകുമോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഡാമേജും ഇതിൻ്റെ ബോഡിക്ക് വരില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എത്ര ഹൈറ്റിൽ പോകും എങ്ങനെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന സ്ഥലത്തേക്കൊന്നും അങ്ങനെ എടുത്തിട്ട് പോകാൻ വേണ്ടി പാടില്ല. എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം പറ്റിയൊരു പണിയാണ് ഇത്. നമ്മൾ എടുത്ത് പാർക്കിലേക്ക് പോയി, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ കയറിപ്പോയി, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ അങ്ങെത്തുമ്പം എത്തിയതിൻ്റെ പിന്നാലെ പോയി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് വണ്ടിയൊക്കെ പോയി. ഇതിൻ്റെ ബോഡിക്കൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ബാറ്ററിയും ഇതിൻ്റെ ഫാനും ഒക്കെ ഡാമേജ് ആയി പോയി. അപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിലിരിക്കെ നമ്മൾ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെയൊരു സംഭവം കണ്ടു. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നതിലും കുറച്ച് കുറവ് പൈസയിൽ നമുക്കിത് അവിടെ നിന്ന് കിട്ടി. വീണ്ടും നമ്മളിത് വാങ്ങി, സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ.